നമസ്കാരം. മൈൻഡ് ഫിറ്റ്നസ്സിലേക്ക് സ്വാഗതം. ഞാൻ ജോൺ അബ്രഹാം, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്ന ടോപ്പിക് ബിഹേവിയർ അഡിക്ഷൻ എന്നുള്ളതാണ്. ബിഹേവിയർ അഡിക്ഷനെ കുറിച്ചൊരു ഡെഫിനേഷൻ പറഞ്ഞാൽ, ബ്രെയിൻ റിവാർഡ് സിസ്റ്റം പ്രവർത്തന നിരതമാക്കുന്നതും താൽക്കാലികമായി സന്തോഷം നൽകുന്നതും ആശ്വാസം നൽകുന്നതും ദീർഘകാലം ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കുന്നതും ആവർത്തനപരവും നിയന്ത്രണം നഷ്ടപ്പെടുന്നതുമായ പെരുമാറ്റത്തെയാണ് ബിഹേവിയർ അഡിക്ഷൻ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായും പല വിധത്തിലുള്ള ബിഹേവിയർ അഡിക്ഷൻസ് ഉണ്ട്. ഒന്നാമത് ഗാംബ്ലിംഗ് എന്നുള്ളതാണ്. ഇത് ചൂതാട്ടം. നമ്മുടെ നാട്ടിൻ പുറത്ത് പണ്ടുണ്ടായിരുന്ന പൈസ വെച്ചുള്ള ചീട്ടുകളി അന്ന് അങ്ങനെയായിരുന്നെങ്കിൽ ഇന്നതിൻ്റെ മോഡേൺ വേർഷൻ ഓൺലൈനിലൂടെ സംഭവിക്കുന്നുണ്ട്. പൈസ വെച്ചുള്ള ഗെയിമുകളാണ് സംഭവിക്കുന്നത്. ലാഭനഷ്ടങ്ങൾ ഇതിനകത്തുണ്ടാകും. അതുപോലെ തന്നെ അതിനകത്തൊരു സന്തോഷം ലഭിക്കുകയും എന്നാൽ പിന്നീട് നിരന്തരമായി ഇതിന് നഷ്ടം സംഭവിക്കുകയും ചെയ്യും. എന്നാൽ ഇതിൻ്റെ പിന്നെ കളിക്കാനുള്ള പ്രേരണ ഉണ്ടാകുകയും നഷ്ടങ്ങൾ ഉണ്ടായിട്ടും ഇത് നിർത്തുവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഇത് നിമിത്തമായിട്ട് മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നു. ആങ്സൈറ്റി, ഡിപ്രഷൻ, ലോസ് ഓഫ് സെൽഫ് കോൺഫിഡൻസ്, ലാക്ക് ഓഫ് ഫോക്കസ് എന്നിവ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. രണ്ടാമതെന്താണ് ഇൻ്റർനെറ്റ് ഓർ സോഷ്യൽ മീഡിയ അഡിക്ഷൻ. അധിക സമയം ഓൺലൈനിൽ ചെലവഴിക്കുകയും തൊഴിലിനെയും ബന്ധങ്ങളെയും ബാധിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള അവസ്ഥ ഉണ്ടാകുന്നു. ഇതിന്മേൽ നിയന്ത്രണം നഷ്ടമാകുന്നു. ഉറക്കക്കുറവ്, ഡിപ്രഷൻ, പുവർ കോൺസെൻട്രേഷൻ, മെമ്മറി പ്രോബ്ലം, ലോ സെൽഫ് എസ്റ്റീം, അതുപോലെ തന്നെ കാര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന എസ്കേപ്പിസം എന്ന് പറയാം. അവോയ്ഡിങ് റിയൽ ലൈഫ് പ്രോബ്ലം, ജീവിതത്തിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങളെ ഒഴിവാക്കുക, അതിനെ നേരിടാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുക. പേഴ്സണാലിറ്റി ചേഞ്ചസ് ഇവർക്കുണ്ടാകുന്നു. സോഷ്യൽ ഐസൊലേഷൻ ഇവർ സംഭവിക്കുന്നു. കോൺഫ്ലിക്ട്സ് ഇൻ ഫാമിലി റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നു. നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ലോ അക്കാഡമിക് പെർഫോമൻസ് കുട്ടികളിൽ സംഭവിക്കുന്നു. അടുത്ത ഒന്നാണ് ഗെയിമിംഗ് അഡിക്ഷൻ എന്ന് പറയുന്നത്. വീഡിയോ ഗെയിം കളിക്കുന്നതിൽ നിയന്ത്രണം നഷ്ടപ്പെടുകയും മറ്റുള്ള കാര്യങ്ങളേക്കാൾ അതിന് അമിതമായ മുൻഗണന നൽകുകയും ചെയ്യും. ഇത് നിമിത്തം ഉറക്കക്കുറവ്, കാഴ്ചക്കുറവ്, നേത്രരോഗങ്ങൾ, ശാരീരിക ചലനക്കുറവ് നിമിത്തം അമിതമായ ഭാരം, ക്രമം തെറ്റിയ ഭക്ഷണം, ക്ഷീണം, ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇറിറ്റബിലിറ്റി, മെൻ്റൽ റെസ്റ്റ്ലെസ്. ഗെയിമുകളിൽ ഏർപ്പെടുമ്പോൾ മെൻ്റലി കിട്ടുന്ന സന്തോഷം കിട്ടാതെ കളിക്കാതിരിക്കുമ്പോൾ മെൻ്റൽ റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാകുന്നു. ഡിസ്റ്റൻസ് ഫ്രം ഫാമിലി, ലോസ് ഓഫ് ടൈം മാനേജ്മെൻറ്റ് എന്നിവയുണ്ടാകും. അടുത്ത ഒന്നാണ് ഷോപ്പിംഗ് അഡിക്ഷൻ. സാധനങ്ങൾ വാങ്ങുന്നതിലുള്ള നിയന്ത്രണം നഷ്ടമാക്കുക, ആവശ്യമുള്ളത് ഇല്ലാത്തതുമായ സാധനങ്ങൾ വാങ്ങിക്കുക, വീട്ടിലെ ആവശ്യത്തിന് സാധനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും പിന്നെയും വാങ്ങിച്ചുകൊണ്ടേയിരിക്കുക. അതിൽ നിന്ന് താൽക്കാലികമായി സന്തോഷം ലഭിക്കുന്നുവെങ്കിലും കുറ്റബോധം, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പണം പാഴാക്കുക, കടബാധ്യത എന്നിവ ഉണ്ടാകും. ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇന്നർ എംപ്റ്റീനെസ്, ലോസ് ഓഫ് കൺട്രോൾ എന്നിവ ഇവർക്കുണ്ടാകും. അതിൽ സെക്സ് ഓർ പോണോഗ്രഫി, സെക്ഷൽ വീഡിയോസ് കാണുക, അങ്ങനെയുള്ള ചിത്രങ്ങൾ കാണുക, അങ്ങനെയുള്ള ചിന്തകൾ അവരുടെ മനസ്സിൽ കൂടുതലായി ഇടം പിടിക്കുക, അത് ആവർത്തിച്ച് അതിൻ്റെ പ്രവർത്തികൾ ചെയ്യാനുള്ള തൽപരത ഉണ്ടാകുക എന്നീ അവസ്ഥകളുണ്ടാകും. ഇത് നിമിത്തം കുറ്റബോധം, ഷെയിം, ആങ്സൈറ്റി, ഡിപ്രഷൻ, ലാക്ക് ഓഫ് സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ എന്നിവയുണ്ടാകുന്നു. കൂടാതെ ലോസ് ഓഫ് സെൽഫ് കൺട്രോൾ, ഹോർമോണൽ ഇംബാലൻസ്, സ്ലീപ്പ് ഡിസ്റ്റർബൻസ്, ടയേർഡ്നെസ്, സോഷ്യൽ ഐസോലേഷൻ, ഇമോഷണൽ ഡിസ്റ്റൻസ് ഫ്രം ഫാമിലി എന്നിവ ഇവരിലുണ്ടാകും. അടുത്ത പ്രധാനപ്പെട്ടത് ഫുഡ് അഡിക്ഷൻ. ഭക്ഷണം കഴിക്കുന്ന നല്ല കാര്യമാണെങ്കിലും വിശപ്പില്ലാതെ ഇവർ ഭക്ഷണം കഴിക്കും. അത് ഭക്ഷണത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, ഭക്ഷണം ആവർത്തിച്ച് വിശപ്പില്ലെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുക എന്നിവ കാര്യങ്ങൾ നിമിത്തമായി ഇവർക്ക് ഓവർ വെയ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പൊണ്ണത്തടി, ഒബസിറ്റി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഡയബറ്റീസ്, കൊളസ്ട്രോൾ, ഹാർട്ട് പ്രോബ്ലംസ്, സ്ലീപ്പ് പ്രോബ്ലംസ്, ടയേർഡ്നെസ്, ഡൈജസ്റ്റീവ് ഇഷ്യൂസ്, ഗിൽറ്റ്, സെൽഫ് ക്രിറ്റിസിസം,
ആങ്സൈറ്റി, ഡിപ്രഷൻ, കോൺസ്റ്റൻറ്റ് തോട്ട് എബൌട്ട് ഫുഡ് എന്നിവ ഇവരിലുണ്ടാകാൻ സാധ്യതയാണ്. അടുത്ത പ്രധാനപ്പെട്ട ഒന്നാണ് എക്സർസൈസ് അഡിക്ഷൻ. ഇത് പൊതുവെ ജിമ്മുകൾ സംഭവിക്കുന്നു. വ്യായാമം ചെയ്യുന്നത് നല്ലതാണെങ്കിലും അമിത വ്യായാമ നിമിത്തമായി മസിൽ സ്ട്രെയിൻ ഉണ്ടാകുന്നു, ജോയിൻ്റ് ഇഞ്ചറീസ് ഉണ്ടാകുന്നു. എക്സസൈസ് ചെയ്യുന്നതിൽ മാത്രം ഇവർ സന്തോഷം കണ്ടെത്തുകയും അത് അമിതമായി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. തന്നിമിത്തമായി ഇവരിൽ വീക്ക്നെസ്, ഇവരെ ബോഡി വീക്കാകുന്നു, ടയർഡ്നെസ് ഉണ്ടാകുന്നു, ഹാർട്ട് സ്ട്രെയിൻ ഉണ്ടാകുന്നു, ഹോർമോണൽ ഇംബാലൻസ്, ഉറക്കക്കുറവ് സംഭവിക്കുന്നു, ഇമ്മ്യൂണിറ്റി ഇവരുടെ വീക്കാകുന്നു, ആൻസൈറ്റി വർദ്ധിക്കുന്നു, ഇവരുടെ ഉള്ളിലുള്ള ഇവരെക്കുറിച്ചുള്ള ഇമേജ്, അതുപോലെ തന്നെ സെൽഫ് എസ്റ്റീം, അത് ഇവരുടെ ബോഡി ഇമേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന നിലയിലുള്ളതായിരിക്കും. അതാണ് വർക്ക് ഹോളിക് അഡിക്ഷൻ എന്ന് പറയുന്നത്. ഓവറായിട്ട് വർക്ക് ചെയ്യുകയും അത് നിമിത്തമായി ജോലി ചെയ്യുന്നതിൽ മാത്രം സന്തോഷം കണ്ടെത്തുകയും ചെയ്യുക. കുടുംബ ബന്ധങ്ങൾ, സുഹൃത്തുക്കൾ, ആരോഗ്യം എന്നിവയെ അവഗണിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഓവറായിട്ട് വർക്ക് ചെയ്യുന്ന നിമിത്തമായി ക്ഷീണം ഉണ്ടാകുന്നു, സ്ലീപ്പ് ഡിസോർഡർ ഉണ്ടാകുന്നു, ഹാർട്ട് ഡിസീസസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ബ്ലഡ് പ്രഷർ വർദ്ധിക്കുന്നു അല്ലെങ്കിൽ ലോ ആകുന്നു, അതുപോലെ തന്നെ മസിൽ പെയിൻ ഉണ്ടാകുന്നു, ഇമ്മ്യൂണിറ്റി പവർ വീക്കാകാൻ സാധ്യതയുണ്ട്, ആൻസൈറ്റി, ഡിപ്രഷൻ, അതുപോലെ തന്നെ പുവർ കോൺസെൻട്രേഷൻ, ഡിസിഷൻ മേക്കിങ്ങിൽ പ്രോബ്ലം ഉണ്ടാകുന്നു, ഓർഡർലെസ് ലൈഫ് ഉണ്ടാകുന്നു, ഓവർ തിങ്കിങ്, റെഡ്യൂസ്ഡ് മോട്ടിവേഷൻ, ഫാമിലി റിലേഷൻഷിപ്പ് പ്രോബ്ലം എന്നിവ ഇവർക്കുണ്ടാകുന്നു. അതുപോലെ തന്നെ അടുത്ത പ്രധാനപ്പെട്ട ഒന്നാണ് ഫാക്ടേഴ്സ് ഓഫ് ബിഹേവിയർ അഡിക്ഷൻ. ഇത് പ്രധാനമായും ബയോളജിക്കൽ ഫാക്ടേഴ്സാണുള്ളത്. അതിനകത്ത് ബ്രെയിൻ റിവാർഡ് സിസ്റ്റം, ഡോപ്പമിൻ പാത്വേ എന്ന് പറയും. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അമിതമായ സന്തോഷം ലഭിക്കുന്നു. അങ്ങനെ ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സന്തോഷം ലഭിക്കുന്നതിനാൽ ആ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്യുകയും അത് ജീവിതത്തിൻ്റെ സ്വാഭാവികമായും ഭാഗമായി മാറുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. പിന്നീട് അത് നിർത്തൽ ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും. അപ്പോൾ ആ സന്തോഷം ലഭിക്കുന്നത് നിമിത്തമായി ആ കാര്യങ്ങൾ ആവർത്തിച്ച് ചെയ്യാനുള്ള താല്പര്യം, പ്രവണത വർദ്ധിക്കുന്നു. ഇതാണ് ഡോപ്പമിൻ പാത്വേ അല്ലെങ്കിൽ ബ്രെയിൻ റിവാർഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ജനറ്റിക് പ്രീ ഡിസ്പോസിഷൻ എന്ന് പറയും. പാരമ്പര്യമായ ചില പെരുമാറ്റങ്ങൾ, സ്വഭാവങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നു. ചില ജീനുകൾക്ക് എക്സ്റ്റേണൽ സ്റ്റിമുലേഷൻ ആവശ്യമാണ്. ഡോപ്പമിൻ ഇവരിൽ വർദ്ധിക്കുവാൻ എക്സ്റ്റേണൽ സ്റ്റിമുലേഷൻ ആവശ്യമായി വരുന്നു. ഇവരിൽ ഇമ്പൾസിവിറ്റി വളരെ കൂടുതലായിരിക്കും, ആവേശം കൂടുതലായിരിക്കും, റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ ഇവരിൽ കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇവർക്ക് സന്തോഷം ലഭിക്കാൻ വേണ്ടി എത്ര റിസ്ക് എടുക്കുവാനും ഇവർ തയ്യാറാകും. എക്സ്റ്റേണൽ സ്റ്റിമുലേഷൻ ഇവർക്ക് ആവശ്യമായതുകൊണ്ട് തന്നെ ഇവർക്ക് സ്വാഭാവികമായും ഇവർക്ക് സ്റ്റിമുലേഷൻ ലഭിക്കുന്നത് കുറവായതുകൊണ്ട് തന്നെ ഇവർ അറിയാതെ തന്നെ ഇവർ അഡിക്ഷൻ ബിഹേവിയറിലേക്ക് നയിക്കപ്പെടും. മാതാപിതാക്കൾ, അടുത്ത ബന്ധുക്കൾ അഡിക്ഷൻ ഉള്ളവരാണെങ്കിൽ 70% സാധ്യതയുണ്ട് കുട്ടികൾ അഡിക്ഷനിലേക്ക് പോകുവാൻ. ഇത് പാരമ്പര്യമായിട്ടുള്ള ബ്രെയിൻ കെമിസ്ട്രിയുടെ ഭാഗമാണ്. അടുത്ത ഒന്നാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഇംബാലൻസ്. ബ്രെയിൻ കെമിസ്ട്രിയിൽ ഡോപ്പമിൻ, സെറോട്ടോണിൻ, ഗാബ, ഗ്ലൂട്ടാമൈറ്റ് എന്നിവയുടെ ഇംബാലൻസ് അഡിക്ഷൻ ഉണ്ടാക്കുവാൻ കാരണമാകുന്നു. അടുത്തത് ബ്രെയിൻ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷണൽ ചേഞ്ചസ്. ബ്രെയിൻ ഇമേജിംഗ് സ്റ്റഡീസ് പറയുന്നു ബിഹേവിയറൽ അഡിക്ഷൻ ഉള്ളവരുടെ തലച്ചോറിലെ കീ പോയിൻറ്റ്സുകളിൽ ചേഞ്ചസ് ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് അവർ അഡിക്ഷനിലേക്ക് നയിക്കപ്പെടുന്നത്. ഒന്ന് പ്രീഫ്രണ്ടൽ കോർട്ടക്സ്, ഡിസിഷൻ മേക്കിംഗ്, സെൽഫ് കൺട്രോൾ, ജഡ്ജ്മെൻറ്റ് എന്നിവ ചെയ്യുന്നത് ഈ ഭാഗമാണ്. ഇവിടെ സംഭവിക്കുന്ന ചേഞ്ചസ് അവരെ
അഡിക്ഷനിലേക്ക് നയിക്കുവാൻ സാധ്യതയുണ്ട്. രണ്ടാമത് അമിഗ്ഡാല. അമിഗ്ഡാല ഇമോഷൻസ് ഫീൽ ചെയ്യുവാൻ വേണ്ടി നമ്മെ സഹായിക്കുന്നതാണ്. ഫിയർ, ആങ്കർ, പ്ലഷർ, ആങ്സൈറ്റി എന്നിവയെല്ലാം നമുക്ക് ഫീൽ ചെയ്യുന്നത് അമിഗ്ഡാലയുടെ പ്രവർത്തന നിമിത്തമാണ്. ഇമോഷണൽ മെമ്മറി സ്റ്റോർ ചെയ്യപ്പെടുന്ന ഭാഗം കൂടെയാണ് അമിഗ്ഡാല. കഴിഞ്ഞ കാലങ്ങളുണ്ടായിട്ടുള്ള ഭയങ്ങൾ, സന്തോഷങ്ങൾ, അങ്ങനെയുള്ള വൈകാരിക കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്യപ്പെടുന്ന അമിഗ്ഡാലയിലാണ്. പലയാവർത്തി ഒരു കാര്യം ചെയ്ത് സന്തോഷം ലഭിച്ചു കഴിയുമ്പോൾ അത് വീണ്ടും വീണ്ടും ചെയ്യുവാനുള്ള തീവ്രമായ ആഗ്രഹം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ആഗ്രഹം ഉണ്ടാകുമ്പോൾ ഈ അമിഗ്ഡാലയാണ് അതിന് ആ ക്രേവിങ് നമ്മൾ സൃഷ്ടിക്കുന്നത്. അതിൻ്റെ അപകടങ്ങൾ മനസ്സിലായാൽ പോലും നാം വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. 5 മിനിറ്റ് സോഷ്യൽ മീഡിയയിലെ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി നാം തുടങ്ങി വയ്ക്കുന്ന സോഷ്യൽ മീഡിയ ഉപയോഗം അത് മണിക്കൂറുകൾ കഴിയുമ്പോൾ മാത്രമേ നമുക്കത് നിർത്തുവാൻ കഴിയുന്നുള്ളൂ. അതിനകത്ത് നമ്മുടെ കൺട്രോൾ നഷ്ടമാകുന്നു എന്നുള്ളതാണ്. ഇമ്പൾസിവിറ്റിയുടെ കൺട്രോൾ നമുക്ക് നഷ്ടമാകുന്നു എന്നുള്ളതാണ് അതിനകത്ത് പ്രധാന കാരണം. അടുത്തത് ഹോർമോണൽ ആൻഡ് സ്ട്രെസ് റെസ്പോൺസ് ഫാക്ടേഴ്സ്. തീവ്രമായി മാനസികസമ്മർദ്ദം ഉണ്ടാകുന്നതിനാൽ സ്ട്രെസ് ഹോർമോൺ ശരീരത്തിൽ വർദ്ധിക്കുന്നു. ഇത് നമ്മുടെ ഉന്മേഷം കുറയ്ക്കും. ഈ സാഹചര്യത്തിൽ സന്തോഷം ലഭിക്കുവാൻ തേടുന്ന മാർഗങ്ങൾ അഡിക്ഷനിലേക്ക് നമ്മെ നയിക്കാം. ഉദാഹരണം ഷോപ്പിംഗ്, ഗെയിമിംഗ്. സ്ട്രെസ് റിലീഫിന് വേണ്ടി സ്വീകരിക്കുന്ന മാർഗം അധിക സമയം ആകുമ്പോൾ അഡിക്ഷനിലേക്ക് നമ്മെ നയിക്കുന്നു. അടുത്തൊന്നാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി, ബ്രെയിൻ അഡാപ്ഷൻ എന്ന് പറയും. നമ്മുടെ തലച്ചോറിനൊരു പുതിയ കാര്യം പഠിക്കുവാനും മറന്നുപോയവ ഓർമ്മിപ്പിക്കുകയും ബന്ധം നഷ്ടമായ കൂട്ടിയോജിപ്പിക്കുവാനും കഴിയുന്നൊരു പ്രത്യേകമായ കഴിവുണ്ട്. അങ്ങനെ നമ്മുടെ ആ കഴിവ് നിമിത്തമായി ആവർത്തിച്ചുള്ള ചില ബിഹേവിയറൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അത് അഡിക്ഷൻ ബിഹേവിയറിലേക്ക് കൊണ്ടുപോകുന്നു. ഇത് ബ്രെയിൻ സർക്യൂട്ട്സിനെ ശക്തമാക്കുന്നതിനാൽ പിന്നീട് അത് ബ്രേക്ക് ചെയ്യാൻ വളരെ പ്രയാസമാണ്. അത് നിരന്തരമായി ഉപയോഗിക്കുവാൻ പ്രേരണ നൽകുകയും ചെയ്യുന്നു. ഇത് നമ്മെ അഡിക്ഷനിലേക്ക് കൊണ്ടുപോകുന്നു. സാഡ്നസ് ഓർ ഡിപ്രഷൻ. താൽക്കാലികമായി മൂഡ് ഒന്ന് ബൂസ്റ്റ് ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി ചെയ്യുന്ന കാര്യങ്ങൾ തൽക്കാലത്തേക്ക് സന്തോഷം നൽകുന്നു എങ്കിലും പിന്നീട് അത് അഡിക്ഷനിലേക്ക് കൊണ്ടുപോകുന്നു. അടുത്ത ബോർഡം. വിരസത അകറ്റുവാൻ വേണ്ടി ആവേശം ലഭിക്കുവാൻ ഏർപ്പെടുന്ന കാര്യങ്ങൾ, ഗാംബിളിംഗ്, അതുപോലെ തന്നെ സ്ക്രോളിംഗ്, അവ പിന്നീട് അഡിക്ഷനിലേക്ക് നമ്മെ കൊണ്ടുപോകും. ആങ്കർ ആൻഡ് ഫ്രസ്ട്രേഷൻ. അതിൽ നിന്ന് അതിനെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നാം അഡിക്ഷനിലേക്ക് പോകുന്നു. അത് യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് പഠിച്ച് അത് കൈകാര്യം ചെയ്യുവാൻ ശ്രമിക്കാതെ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അഡിക്ഷനിലേക്ക് പോകുന്നത്. പ്രശ്നമാണ് ലോ സെൽഫ് എസ്റ്റീം. ആത്മവിശ്വാസമില്ലായ്മ, സ്വയം മതിപ്പ് കുറവ് എന്നിവ നിമിത്തമായി അഡിക്ഷനിലേക്ക് പോകുന്നു. അവിടെ ചില ഗെയിമുകളിൽ ഏർപ്പെടുകയും അതിനകത്ത് ജയം പ്രാപിക്കുകയും ചെയ്യുമ്പോൾ, ജയം വരിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ കൊള്ളാമെന്ന് സ്വയമായിട്ട് തോന്നും. എന്നാൽ റിയൽ ലൈഫിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുവാൻ ഇവർക്ക് കഴിയുകയുമില്ല. അടുത്ത പ്രധാനപ്പെട്ടതെന്നാണ് പുവർ കോപ്പിംഗ് സ്കിൽസ് എന്ന് പറയും. ആരോഗ്യപരമായ രീതിയിൽ മാനസിക സമ്മർദ്ദം, പരാജയങ്ങൾ, വൈകാരികമായ വേദന ഇവ കൈകാര്യം ചെയ്യുവാനുള്ള ബുദ്ധിമുട്ട് നിമിത്തം പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ച് സംസാരിച്ച് തീരുമാനങ്ങളിലെത്തുന്നതിന് പകരമായി ചില ഷോസ് എപ്പിസോഡുകൾ കഴിഞ്ഞ് എപ്പിസോഡുകളിലേക്ക് നീങ്ങുന്ന നിലയിൽ അത് കണ്ടുകൊണ്ടിരിക്കുക, അതുപോലെ തന്നെ ഗാംബ്ലിങ്ങിൽ ഏർപ്പെടുക എന്നിവയിലൂടെ മനസ്സിൻ്റെ ഫീലിങ്സിനെ ഡിസ്ട്രാക്റ്റ് ചെയ്യുക, പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും. അടുത്ത നെഗറ്റീവ് തോട്ട് പാറ്റേൺസ്, അനാരോഗ്യപരമായ വികലമായ ചിന്തകൾ. അഡിക്റ്റീവ് ബിഹേവിയറിന് കൂടുതൽ ഇന്ധനം പകരുന്ന ചിന്തകൾ. ഒന്ന്, ഇതില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, ഒരേ ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിക്കാം, അതുകൊണ്ട് ദോഷമില്ല, ഇത് സന്തോഷം തരുന്നു, പിന്നെ എന്തിന് ഞാൻ നിർത്തണം എന്നീ ചിന്തകൾ
അഡിക്ഷനിൽ നിന്ന് പുറത്തു വരുവാൻ തടസ്സമായിട്ടുള്ള ചിന്തകളാണ്. അടുത്താണ് ഇമ്പൾസിവിറ്റി, ആവേശപരത. പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ഒരൊറ്റ ക്ലിക്ക് കൊണ്ട് ഗാംബ്ലിംഗ് ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുകയും അത് കളിച്ചു തുടങ്ങുകയും ചെയ്യും. പിന്നീട് സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമ്പോഴും നിർത്താൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും. എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒന്ന് ഫാമിലി, കുടുംബത്തിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്ന് ശരിയായിട്ടുള്ള സൂപ്പർവിഷൻ ഇല്ല എങ്കിൽ, കെയർ ലഭിക്കുന്നില്ല എങ്കിൽ കുട്ടികൾ അഡിക്ഷനിലേക്ക് പോകുവാൻ സാധ്യത കൂടുതലാണ്. ആത്മബന്ധം ഇല്ലായ്മ, ബ്രോക്കൺ ഫാമിലി റിലേഷൻഷിപ്പ്, കോൺഫ്ലിക്റ്റ് ആൻഡ് നെഗ്ലക്ഷൻ ഫ്രം ഫാമിലി, കടുത്ത നിയന്ത്രണം, അമിതമായ സ്വാതന്ത്ര്യം എന്നിവ അഡിക്ഷനിലേക്ക് നയിക്കാം. ടീനേജ് ഫീലിങ്സ്, അവർ അംഗീകാരം ലഭിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അപ്രീസിയേഷൻ അവർക്ക് ആവശ്യമാണ്. അവർക്ക് സ്നേഹവും കരുതലും ആവശ്യമാണ്. അവ ലഭിച്ചില്ല എങ്കിൽ അംഗീകാരം കിട്ടുവാൻ, അപ്രീസിയേഷൻ കിട്ടുവാൻ മറ്റ് മാർഗങ്ങളിലേക്ക് അവർ പോകാം. അങ്ങനെ അവർ ഓൺലൈൻ ഗെയിമിങ്ങിലും അങ്ങനെയുള്ള കമ്മ്യൂണിറ്റികളിലെയും ഭാഗമായി മാറുകയും അവിടെ അവർ അംഗീകരിക്കപ്പെടുകയും അവിടെ നിന്ന് സന്തോഷം ലഭിക്കുകയും അംഗീകാരം ലഭിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകുന്നു. അടുത്ത പ്രധാനപ്പെട്ട ഒന്നാണ് പിയർ പ്രഷർ ആൻഡ് സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്നുള്ളത്. മനുഷ്യൻ പ്രകൃത്യാ തന്നെ സമൂഹത്തിൻ്റെ ഭാഗമാണ്. സമൂഹത്തിൽ നിന്ന്, താൻ ഉൾപ്പെടുന്ന സമൂഹത്തിൽ നിന്ന് അംഗീകാരം ലഭിക്കുകയും അതിൻ്റെ ഭാഗമായി ചേർന്ന് പോവുകയും ചെയ്യുന്നത് അവൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ കൂട്ടുകാരിൽ നിന്ന് അംഗീകാരം ലഭിക്കുകയും അവരോട് ചേർന്ന് പോവുകയും ചെയ്യുമ്പോൾ പിയർ പ്രഷർ നിമിത്തമായി ഓൺലൈൻ ഗെയിംസിൻ്റെ അതിൻ്റെ അഡിക്റ്റഡായി മാറുവാൻ സാധ്യത കൂടുതലാണ്. സുഹൃത്തുക്കൾ അതിൽ ഉൾപ്പെടുന്നവരാണെങ്കിൽ അവരോട് ചേർന്ന് കളിക്കുകയും അതിൻ്റെ അഡിക്ഷനിലേക്ക് പോവുകയും സാധ്യതയുണ്ട്. രണ്ടാമത്തെ, പിയർ ഗ്രൂപ്പ്സ് റിസ്കി ബിഹേവിയറിലേക്ക് പോകുവാൻ വളരെ എളുപ്പമാണ്. അതിൻ്റെ ഭാഗമാകുന്നതിലൂടെ ആ ഹാബിറ്റ്സിലേക്ക് മറ്റു കുട്ടികളും പോകുവാൻ സാധ്യതയുണ്ട്. ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്നൊരു വലിയൊരു പ്രശ്നമാണ്. അതായത് ഒരു സോഷ്യൽ നെറ്റ്വർക്കിൻ്റെ ഭാഗമായി, കണക്ഷൻസിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ അതിൽ നിന്ന് പുറത്തു പോകുമോ എന്നുള്ള ഭയം നിമിത്തമായി നിർബന്ധപൂർവം അതിൻ്റെ കണക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്തു പോകുവാൻ സാധ്യതയുണ്ട്. അടുത്തൊരു പ്രധാന പ്രശ്നമാണ് ഈസി ആക്സസിബിലിറ്റി ആൻഡ് അവൈലബിലിറ്റി. സ്മാർട്ട് ഫോൺസ്, അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ആക്സസ് 24/7 ഏത് സമയവും കുട്ടികളുടെ കയ്യിൽ ലഭിക്കുന്നു. അവരുടെ പഠനത്തിൻ്റെ ഭാഗമായി, അവരുടെ മറ്റു കാര്യങ്ങൾ അറിയുന്നതിൻ്റെ ഭാഗമായി അവർക്കത് ഉപയോഗിക്കേണ്ടത് ആവശ്യമായി വരുന്നു. അങ്ങനെയുള്ള അവൈലബിലിറ്റി, ആക്സസിബിലിറ്റി അഡിക്ഷനിലേക്ക് കൊണ്ടുപോകാൻ സാധ്യത കൂടുതലാണ്. ഫ്രീ ഓൺലൈൻ ഗെയിംസ്, സോഷ്യൽ മീഡിയ ആപ്സ് ലഭ്യമാണ്. അതിൻ്റെ അവൈലബിലിറ്റി വളരെ കൂടുതലാണ്. നിമിഷം നേരം കൊണ്ട് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുകയും അതിനകത്ത് ഷോപ്പിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, അതുപോലെ തന്നെ കാസിനോവാസ് ഉണ്ട്. അതിനകത്തൊക്കെ കടന്നു ചെന്ന് അതിൻ്റെ ഭാഗമായി മാറുന്നതിലൂടെ ഓൺലൈൻ അഡിക്ഷൻ വർദ്ധിച്ചു വരുവാൻ സാധ്യത. അടുത്ത പ്രധാന പ്രശ്നമാണ് ലാക്ക് ഓഫ് ടൈം കൺട്രോൾ ഓർ ടൈം ലിമിറ്റ്സ് എന്നുള്ളത്. അടുത്തത് സോഷ്യൽ നോംസ് ആൻഡ് കൾച്ചർ. സാമൂഹ്യ നിയമങ്ങളുടെ സ്വാധീന നിമിത്തം സാധാരണ കാര്യമായി അഡിക്ഷനെ പരിഗണിക്കുക, അപകടകരമാണ് എന്ന ധാരണ ഇല്ലാതെയാകുക. ഉദാഹരണം, ടെക്നോളജിയുടെയും സോഷ്യൽ മീഡിയയുടെയും ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംസ്കാരമാണ് ഇന്ന് പൊതുവെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കോമ്പറ്റീറ്റീവ് സൊസൈറ്റിയിലാണ് നാം ജീവിക്കുന്നത്. അവിടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സക്സസ്, ഫെയിം, റിവാർഡ്സ് എന്നിവയാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. ഗെയിമിംഗ് ഓർ ഓൺലൈൻ ലൈഫ് സ്റ്റൈൽ അതിനെ മഹത്വവൽക്കരിക്കുന്ന ഒരു സംസ്കാരം, അല്ലെങ്കിൽ അതിനെ ഒരു എൻ്റർടൈൻമെൻറ്റ് കൾച്ചറിൻ്റെ ഭാഗമായി കാണുന്നൊരു സംസ്കാരമാണ് ഇന്ന് നിലവിലുള്ളത്. അടുത്തത് എഡ്യൂക്കേഷൻ എൻവയോൺമെൻറ്റ് ഓർ സ്കൂൾ ഓർ കോളേജ്. അവിടെ കുട്ടികൾ പഠനത്തോടനുബന്ധിച്ച് അനുഭവിക്കുന്ന സ്ട്രെസ്സിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഇൻ്റർനെറ്റ് ഉപയോഗത്തിലേക്ക്, ഗെയിമിങ്ങിലേക്ക് പോകുന്നു.
അത് ബിഹേവിയർ പാറ്റേൺസിനെ സ്വാധീനിക്കുവാൻ സാധ്യതയുണ്ട്. പ്രധാനമായി ഇനി ഇത് എങ്ങനെ ബ്രേക്ക് ചെയ്യാം, ഹൗ ടു ബ്രേക്ക് ബിഹേവിയർ അഡിക്ഷൻ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അഡിക്ഷൻ കുറച്ചു നേരം സന്തോഷം നൽകുന്നതാണെങ്കിലും ദീർഘകാലം നിലനിൽക്കുന്ന ദൂഷ്യഫലങ്ങൾ ഉള്ളവയാണ്. ഒന്നാമതായി ഇത് ബ്രേക്ക് ചെയ്യുവാൻ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യേണ്ടത് ആവശ്യമാണ്. അഡിക്ഷൻ ബ്രേക്ക് ചെയ്യുവാൻ ലൈഫ് സ്റ്റൈല് ചേഞ്ച് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുപോലെ നെറ്റ്വർക്ക് ഓഫ് റിലേഷൻഷിപ്പ് ആൻഡ് റിസോഴ്സസ് അവയെ ചേഞ്ച് ചെയ്യണം. ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ, കണക്ഷനുകൾ വിട്ടുകളയേണ്ടതായിട്ട് വരും. എങ്കിൽ മാത്രമേ നമുക്ക് അഡിക്ഷൻ ബ്രേക്ക് ചെയ്യുവാൻ കഴിയൂ. സെൽഫ് അവെയർനെസ് ആൻഡ് അക്സെപ്റ്റൻസ് ആവശ്യമാണ്. ഒന്നാമത് ഇത് നമുക്ക് പ്രശ്നമുണ്ടെന്ന് സമ്മതിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക. എങ്കിൽ മാത്രമേ അഡിക്റ്റഡ് ആണെന്ന് നാം അംഗീകരിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ആദ്യമായി ഇത് പൂർണ്ണമായി ഇതിൽ നിന്ന് സ്വതന്ത്രമാകാൻ കഴിയത്തുള്ളൂ. എപ്പോഴാണ് നാം അഡിക്റ്റഡ് ആക്ടിവിറ്റീസിലേക്ക് പോകുന്നത്, എന്തിനാണ് പോകുന്നത്, എങ്ങനെയാണ് പോകുന്നത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ആവശ്യമാണ്. എപ്പോഴാണ് അഡിക്ഷൻ ബിഹേവിയറിലേക്ക് നാം പോകുന്നത്? സ്ട്രെസ് ഉണ്ടാകുമ്പോൾ, വിരസതയുണ്ടാകുമ്പോൾ, ഏകാന്തതയുണ്ടാകുമ്പോൾ അഡിക്ഷൻ ബിഹേവിയറിലേക്ക് പോകുന്നു. എന്തിനാണ് പോകുന്നത്? അവിടുന്ന് സന്തോഷം ലഭിക്കുവാൻ, ആശ്വാസം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. എങ്ങനെ, ഏത് മാർഗത്തിലൂടെയാണ് നാം അത് ലഭിക്കുവാൻ വേണ്ടി ഏത് മാർഗമാണ് സ്വീകരിക്കുന്നത്? ഓൺലൈൻ ഉപയോഗമായിരിക്കാം, വീഡിയോ ഗെയിം ആയിരിക്കാം, മൊബൈൽ ഫോൺ ഉപയോഗമായിരിക്കാം, ഷോപ്പിംഗ് ഓർ ഗാംബ്ലിംഗ് എന്നിവയായിരിക്കാം. ഇത് ഐഡൻറ്റിഫൈ ചെയ്തെങ്കിൽ മാത്രമേ ഇത് ബ്രേക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിരുചികളും രീതികളുമാണുള്ളത്. രണ്ടാമത് ഐഡൻറ്റിഫൈ ട്രിഗേഴ്സ് എന്നുള്ളത്. ഇമോഷണൽ, സോഷ്യൽ, എൻവയോൺമെൻറ്റൽ ട്രിഗേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇവ നമ്മെ അഡിക്ഷനിലേക്ക് നയിക്കുന്നതാണ്. ഒന്ന് സ്ട്രെസ്, അതുപോലെ തന്നെ ബോറടിക്കുക, സോഷ്യൽ മീഡിയ നോട്ടിഫിക്കേഷൻ, അവ നമ്മെ കൂടുതൽ അതിൻ്റെ ഉപയോഗത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ചില പ്രത്യേക ആളുകൾ, ചില സ്ഥലങ്ങൾ, ഇവ ഒരിക്കൽ തിരിച്ചറിഞ്ഞ് നമ്മളതിനെ എന്നേക്കുമായതുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുകയോ അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യുവാൻ കഴിവുള്ളവരായി മാറുകയോ ചെയ്യേണ്ടത് ആവശ്യമാണ്. അടുത്ത സെറ്റ് ക്ലിയർ ലിമിറ്റ്സ് എന്നുള്ളതാണ്. ടൈം ബൗണ്ടറീസ് വയ്ക്കുക, ഫിക്സ് ടൈം ബൗണ്ടറീസ്. രാത്രി 9 മണി കഴിഞ്ഞാൽ ഓൺലൈൻ ഉപയോഗിക്കില്ല, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കത്തില്ല, ഗെയിം കളിക്കില്ല എന്ന് തീരുമാനിക്കുക. രണ്ടാമത് റിമൂവ് അക്സസ് എന്നുള്ളതാണ്. ടെംപ്ടേഷൻ ഹൈ ആയിരിക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ മാറ്റിവെക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ കുറച്ച് നേരത്തേക്ക് മാറ്റിവെക്കുവാൻ തയ്യാറാകുക. പ്രത്യേകം ഭക്ഷണം കഴിക്കുന്ന സമയം, അതുപോലെ തന്നെ പഠിക്കുന്ന സമയങ്ങളിലൊക്കെ ഉപയോഗിക്കാതിരിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. ടൈം സെറ്റ് ചെയ്ത് അതിനുള്ളിൽ മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട്. റീപ്ലേസ് വിത്ത് പോസിറ്റീവ് ആക്ടിവിറ്റീസ്. നമ്മുടെ ജീവിതത്തിലെ എംപ്റ്റിനെസ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളത്. അതിന് എക്സസൈസ് ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം, വോളണ്ടിയർലി മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ സ്വാഭാവികമായ രീതിയിൽ നമ്മുടെ ഡോപ്പമിൻ്റെ അളവ് വർദ്ധിപ്പിക്കുക. അങ്ങനെ ജീവിതത്തിൽ സന്തോഷം തേടുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അടുത്താണ് ഹീൽ ഇമോഷണൽ റൂട്ട്സ് എന്നുള്ളത്. മിക്കവാറും ഉള്ള ബിഹേവിയറൽ അഡിക്ഷൻ ഒരു ഇമോഷണൽ പെയിൻ ഉള്ളതിനാൽ സ്വീകരിക്കുന്ന ഒരു മാസ്കാണ്. അതൊരു പക്ഷേ ഏകാന്തതയോ റിജക്ഷനോ ഫെയിലുവർ, ആങ്സൈറ്റി, ഇതിലേതെങ്കിലും ആകാം. അപ്പോൾ ആ പെയിൻ മറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു മാസ്ക് മാത്രമാണ് ബിഹേവിയറൽ അഡിക്ഷൻ. ഇത് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫ്രണ്ട്സുമായിട്ട് ഓപ്പണായി സംസാരിക്കാൻ നമ്മൾ തയ്യാറാകാം. ഒരു കൗൺസിലറുടെ സഹായം നമുക്ക് ഇതിനകത്ത് തേടാം. ഒരു സ്പിരിച്വൽ പേഴ്സൺ, ഇത് ഹാൻഡിൽ ചെയ്യുവാൻ കഴിവുള്ളൊരു സ്പിരിച്വൽ പേഴ്സൻ്റെ സഹായം നമുക്ക് തേടാം. അതുപോലെ നമ്മുടെ ഫീലിങ്സ്, ഓരോ സമയത്തും ഇത് നിമിത്തമായി ഉണ്ടാകുന്ന ഫീലിങ്സ് എഴുതുവാൻ നമ്മൾ തയ്യാറാകുക, ജേർണൽ ചെയ്യുവാൻ തയ്യാറാകുക. എസ്കേപ്പ് ചെയ്യുന്നതിന് പകരമായി ഫീലിങ്സ് എഴുതി വെച്ച് അതെന്താണെന്ന് മനസ്സിലാക്കുക. ഡിസ്കംഫർട്ട്സ് ആയിട്ടുള്ള ഇമോഷൻസിനെ നമ്മൾ കണ്ടുപിടിക്കുകയും കൗൺസിലേഴ്സുമായിട്ട് അത് പങ്കുവെക്കുകയും ചെയ്ത് അതിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുകയും അതിനെ ജയിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുക. പ്രൊഫഷണൽ ഹെൽപ്പ് അഡിക്ഷൻ സിവിയർ ആണെങ്കിൽ നമുക്ക് ആവശ്യമാണ്. നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കണ്ടുപിടിച്ച്, അതുപോലെ അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിനെ കണ്ടുപിടിച്ച്, പ്രത്യേകിച്ച് ബിഹേവിയറൽ അഡിക്ഷൻ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റിനെയോ
തെറാപ്പിസ്റ്റിനെ കണ്ടുപിടിച്ച് അവരുമായി ബന്ധപ്പെട്ട് അവരുടെ സഹായം തേടുക. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി നമ്മെ വളരെ സഹായിക്കുന്നു. നെഗറ്റീവ് പാറ്റേൺ ഓഫ് തിങ്കിങ്ങിനെ റിമൂവ് ചെയ്ത് ബിഹേവിയർ കുറച്ചുകൂടെ ബെറ്റർ ആക്കുവാൻ ഇത് സഹായമാകും. അതുപോലെ സപ്പോർട്ടിംഗ് ഗ്രൂപ്പ്സിൻ്റെ സഹായം തേടുക. ഡിജിറ്റൽ ഡീറ്റോക്സിഫിക്കേഷനും റിഫ്രെയിൻ ഫ്രം യൂസിങ് ഡിജിറ്റൽ ഡിവൈസിൽ നിന്നും നമ്മെ സ്വതന്ത്രമാക്കാൻ കഴിയുന്ന റിക്കവറി ഫെലോഷിപ്പ് നമുക്ക് ആവശ്യമാണ്. അടുത്ത പ്രധാനപ്പെട്ടത് സ്റ്റേ അക്കൗണ്ടബിലിറ്റി എന്നുള്ളതാണ്. നമ്മൾ മറ്റുള്ളവരോട് സ്ട്രെസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയിൽ നമ്മെ സഹായിക്കുവാൻ കഴിയുന്ന വ്യക്തികളോട് കാര്യങ്ങൾ തുറന്നു പറയുക. ഇത് വീക്ക്ലി ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ ഒരാഴ്ച നമുക്കത് പൂർണ്ണമായി സ്വതന്ത്രമായി കഴിഞ്ഞുവെങ്കിൽ അത് സെലിബ്രേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അത് ഒരു മാസം നമുക്കത് പൂർണ്ണമായിട്ടും അത് ഒഴിവാക്കാൻ കഴിഞ്ഞുവെങ്കിൽ അത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം. അങ്ങനെ സെലിബ്രേറ്റ് ദ വിക്ടറീസ് എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ടത്. ഇതൊരു പ്രോസസ്സാണ്, നമ്മൾ തിരിച്ചറിയണം. ഇതിന് അതിൻ്റേതായ സമയമെടുക്കും. അതുകൊണ്ട് അതുവരെ ക്ഷമയോടുകൂടി ഈ പ്രോസസ്സ് ബ്രേക്ക് ചെയ്യുന്ന ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നവരെ നമുക്ക് കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്. റീപ്ലേസ് ചെയ്യുന്നത് കൊണ്ട് ഇത് നമ്മുടെ പരാജയമല്ല, മറിച്ച് നമ്മുടെ ജീവിതം റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുകയാണ് ഇതിലൂടെ എന്ന് ചിന്തിക്കുക. ബിഹേവിയറൽ അഡിക്ഷനെ പൂർണ്ണമായിട്ട് നമുക്ക് ജയിക്കാൻ കഴിയുന്ന ഒന്നാണ്. അത് ജയിച്ച് ജീവിതത്തിൻ്റെ സ്വാഭാവികമായ സന്തോഷങ്ങൾ അനുഭവിച്ചറിഞ്ഞ് ഒരു ഭക്ഷണം കഴിക്കുമ്പോഴോ ഒരു യാത്ര പോകുമ്പോഴോ നന്നായി ഒന്ന് ഉറങ്ങുമ്പോഴോ നല്ലൊരു മഴ ആസ്വദിക്കുമ്പോഴോ നല്ലൊരു പുസ്തകം വായിക്കുമ്പോഴോ നല്ലൊരു പാട്ട് കേൾക്കുമ്പോഴോ ഒക്കെ നമുക്ക് സ്വാഭാവികമായ ഡോപ്പമിൻ്റെ അളവ് നമ്മൾ കൂടാറുണ്ട്. അങ്ങനെയുള്ള സന്തോഷങ്ങൾ അനുഭവിച്ചറിഞ്ഞ് ആസ്വദിച്ചറിഞ്ഞ് അഡിക്ഷൻ ബിഹേവിയറിലേക്ക് പോകാതെ നാം ജീവിതം സന്തോഷകരമാക്കി മാറ്റി ജീവിതം ആസ്വദിക്കുവാൻ ശ്രമിക്കുക. ഈ ടോപ്പിക്ക് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ഇതിത്രയും സമയം ശ്രദ്ധയോടെ കേട്ടുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.